Morning my dear children, welcome back to our maths class. Properties of division. Divisionൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിവിഷൻ ബൈ ദ നമ്പർ ഇറ്റ്സെൽഫ്. അതായത് നമ്മൾ ഡിവിഷൻ നമ്മൾ നേരത്തെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. 1 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1. 2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഒരു നമ്പർ ഏതൊരു നമ്പറാണോ ആ നമ്പറിനെ തന്നെ കൊണ്ട് നമ്മൾ ആ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 1 അല്ലേ. 7 ഈസ് ഈക്വൽ ടു 1. ഹിയർ 8 ആണെങ്കിൽ 8 ഡിവൈഡഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 1. ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് എങ്കിൽ ആ നമ്പറിനെ തന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് ഓൾവേസ് 1. When a number is divided by itself, the quotient is always 1. Okay. Now take your notebook and write properties of division. Then write this sentence. When a number is divided by itself, then quotient is always 1. എഴുതുക. Example is equal 7 divided by 7 is equal to 1 എന്ന് എഴുതുക. Next, division by 1. Division by 1. ഏത് നമ്പർ ഇപ്പോൾ that means ഒരു നമ്പറിനെ ദാറ്റ് മീൻസ് ഹിയർ ഹൗ മെനി കാർട്ടൂൺസ് 1 2 3 4 5 6 7 അല്ലേ. 7 ഡിവൈഡഡ് ബൈ 1. ഒരാൾക്ക് തന്നെ ഈ 7 കാർട്ടൂൺസും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 7. ഓക്കെ. 7 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 7. That means when a number is divided by 1, the quotient is the number itself. ഏതൊരു നമ്പറിനെ കൊണ്ടാണോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കിട്ടുന്ന ആൻസർ ഈസ് ഈക്വൽ ടു ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. തന്നിരിക്കുന്ന ആ നമ്പർ തന്നെയായിരിക്കും നമുക്ക് ക്വോഷ്യൻ്റ് ആയിട്ട് ലഭിക്കുക. ഓക്കെ. ദെൻ ഡിവിഷൻ ഓഫ് 0. 0 എങ്ങനെയാണ്? 0 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 0. When 0 is added by any number, the quotient is always 0. അപ്പോൾ ഏത് നമ്പറിൻ്റെ കൂടെയും 0 ഏത് നമ്പറിൻ്റെ കൂടെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 0. ക്വോഷ്യൻ്റ് ഈസ് 0. ദെൻ ഡിവൈഡഡ് ബൈ 0. 0 നമ്മൾ വേറൊരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും 0 കിട്ടി. ഏത് നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 0 കിട്ടോ? 3 ഡിവൈഡഡ് ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. ഡിവൈഡിങ് എ നമ്പർ ബൈ 0 ഈസ് നോട്ട് പോസിബിൾ. ഒരു നമ്പറിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. ഡിവിഷൻ ഓഫും ഡിവിഷൻ ബൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? 0യെ നമുക്ക് ഏത് നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഓൾവേസ് ക്വോഷ്യൻ്റ് ഈസ് 0. ആൻഡ് ഏത് നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ചെക്ക് പോയിൻറ്റിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 4. 6 ഡിവൈഡഡ് ബൈ 6. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 1. ഓക്കെ. 0 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് ലോങ് ഡിവിഷൻ. ദിസ് ഈസ് ദ ന്യൂ ടോപ്പിക്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കായിരിക്കും. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. ഇൻ ലോങ് ഡിവിഷൻ ദ നമ്പേഴ്സ് ആർ അറേഞ്ച്ഡ് ലൈക്ക് ദിസ്. നമ്പേഴ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യിക്കുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. 12 ഡിവൈഡഡ് ബൈ 2 is equal to 6. That means 12 is dividend, 2 is divisor, 6 is quotient, and the remainder is 0. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മാം ഇപ്പോൾ പറഞ്ഞു തരാം. മെത്തേഡ് സേ ദ ടേബിൾ ഓഫ് 2 till you reach 12. നമ്മുടെ ടൂവിൻ്റെ ടേബിളിൽ 12 വരെ എത്തുന്ന വരയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോൾ 2 × 6 ഈസ് ഈക്വൽ ടു 12 അല്ലേ. 12 ഡിവൈഡഡ് ബൈ 2 എഴുതുമ്പോൾ 2ൻ്റെ ടേബിളിൽ 12 എപ്പോഴാണ് വരുന്നത്? 6 അല്ലേ. 6 എത്തിയപ്പോഴാണ് നമുക്ക് കിട്ടിയത് 12 എന്ന്. അപ്പോൾ ആൻസർ ഈസ് 6. റൈറ്റ് 6 അറ്റ് ദ ക്വോഷ്യൻസ് പ്ലേസ്. ക്വോഷ്യൻസ് പ്ലേസിൽ എന്ത് എഴുതുക? 6 എഴുതുക. അപ്പോൾ ഡിവിഡൻറ്റ് 12 ആണ്.
ഡിവൈസർ 2 ആണ്. കോഷ്യൻ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6. റൈറ്റ് 12 ബിലോ ദ ഡിവിഡൻറ്റ് ആൻഡ് സബ്ട്രാക്റ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 12 എഴുതുക. ദെൻ സബ്ട്രാക്റ്റ്. സാധാ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ സബ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് 1's പ്ലേസ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. ദെൻ 12's പ്ലേസ്. രണ്ടും സെയിം നമ്പർ ആകുമ്പോൾ ഓൾവേസ് 0 ഈസ് ദ റിമൈൻഡർ. ലോങ് ഡിവിഷൻ വിത്തൗട്ട് റിമൈൻഡർ ഇല്ലാത്ത രീതി, അതായത് റിമൈൻഡർ 0 എന്ന് പറയുന്നതിനാണ് റിമൈൻഡർ വിത്തൗട്ട് റിമൈൻഡർ എന്ന് പറയുന്നത്. All of you please listen here. In last class we wrote some exercise 2.4 and exercise 2.5. Okay, from that you understood 12. For example, 12 divided by 4 is equal to 3 അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എക്സസൈസ് നമ്മൾ 2.4ഉം 2.5 ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ മാം എടുക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ലിസൺ ഹിയർ. 12 is dividend. Say loudly, 12 is dividend. Okay, dividend. Then what is 4 എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ. 4 എന്താണ്? ഡിവൈസർ. Then 3 is quotient. Okay, understood? Then നമുക്കിനി നേരത്തെ ലോങ് ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. പക്ഷേ ഡിവിഡൻ്റ് ആണ് നമ്മുടെ ആദ്യം എടുത്ത് എഴുതുക. ദെൻ ഇങ്ങനെ നമ്മൾ വരയ്ക്കുക. ദെൻ ഡിവൈസർ എടുത്ത് എഴുതുക. ഡിവൈസർ 4. ദെൻ 3 കോഷ്യൻ്റ് ആണ്. അതിനു മുമ്പേ നമ്മൾ ഇതിനെ എങ്ങനെയാണ് 3 എന്ന് പറയുന്നത് നമുക്ക് കോഷ്യൻ്റ് ലഭിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ കോഷ്യൻ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന മുമ്പേ 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞത് എന്താണ്? 4ൻ്റെ ടേബിൾ 12 എത്ര ടൈംസ് പോകുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് 4 into 1 is equal to 4. 4 into 2 is equal to 8. 4 into 3 is equal to 12. Then we got 3. 3 ആണ് നമ്മുടെ 4ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 12 ലഭിക്കുക. സോ വി ക്യാൻ റൈറ്റ് ഹിയർ 3 as quotient. അപ്പോൾ quotient എത്രയാണ്? 3 എന്ന് കിട്ടി. നെക്സ്റ്റ് 4 into 3 12 ഇവിടെ എടുത്ത് എഴുതുക. ദെൻ സബ്ട്രാക്ട് ദിസ് 2 നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 12 minus 12 0. ഓക്കെ, ദെൻ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിങ് അറിയാമല്ലോ, അതേപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. 0 ഈസ് ദി റിമൈൻഡർ. അപ്പോൾ ഇത് റിമൈൻഡർ ആറാണ്, ഇത് കോഷ്യൻ്റ് Q ആണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് എക്സസൈസ് 2.6. എക്സസൈസ് 2.6ൽ യൂസ് ലോങ് ഡിവിഷൻ ടു ഫൈൻഡ് ദ കോഷ്യൻസ്. ലോങ് ഡിവിഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. നമ്മുടെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 27 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ എടുത്ത് എഴുതുക. ദെൻ ദ 2 നമ്പേഴ്സ്, അത് ഹിയർ ഓൺ എക്സാമ്പിൾ 14 ഡിവൈഡഡ് ബൈ 2. 14ൽ എത്ര ടൈംസ് 14ൽ പോകുന്നു നോക്കുക. 2ൻ്റെ ടേബിളിൽ നോക്കുക. അപ്പോൾ 7 times 7 into 2 14 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. കിട്ടുന്ന ആൻസറാണ് റിമൈൻഡർ. ഓക്കെ, അപ്പോൾ കോഷ്യൻ്റ് ഈസ് ഈക്വൽ ടു 7. എക്സസൈസ് 2.6ൽ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യുക. ലോങ് ഡിവിഷൻ വിത്ത് റിമൈൻഡർ. ഇനി ലോങ് ഡിവിഷൻ നമ്മൾ റിമൈൻഡർ വരുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അത് മാം ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇന്ന് ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഇടുന്നുള്ളൂ. സോ ഹിയർ എക്സാമ്പിൾ, ഹിയർ ഐ ആം ടേക്കിംഗ് 10 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 4ൻ്റെ ടേബിൾ നമുക്കറിയാം അല്ലേ? അപ്പോൾ 4ൻ്റെ ടേബിളാണ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്.
4ൻ്റെ ടേബിൾ നന്നായിട്ട്, അപ്പോൾ ടേബിൾസ് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. കുട്ടികളെല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ടേബിളിൻ്റെ ഷീറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എടുത്ത് അടുത്ത് വെച്ചിരിക്കുക, അത് പഠിക്കുക, നന്നായിട്ട് കാണാതെ തന്നെ പഠിക്കുക. ഓക്കെ, ലിസൺ. അപ്പോൾ ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ഡിവിഡൻ്റ് എവിടുത്തെ എഴുതുക, ദെൻ നമ്മളിങ്ങനെ ഒരു ഫോം വരയ്ക്കുക, ദെൻ 4 ഡിവൈസർ എടുത്ത് എഴുതുക. ദാറ്റ് മീൻസ് 10ൽ എത്ര ടൈംസ് 4 ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 4ൽ അപ്പോൾ 10 എത്ര ടൈംസാണ് പോകുന്നത്? അപ്പോൾ 4ൻ്റെ ടേബിൾ എടുത്ത് എഴുതുക. 4 × 1 ഈസ് ഈക്വൽ ടു 4, 4 × 2 ഈസ് ഈക്വൽ ടു 8, 4 × 3 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ 12 വരുന്നത്, 10 വരുന്നില്ല അല്ലേ? അപ്പോൾ 10 വരുന്നത് എവിടെയാണ്? എല്ലാ കുട്ടികൾക്കും നമ്പേഴ്സ് അറിയാലോ. അപ്പോൾ 10 വരുന്നത് ഏതിൻ്റെ ഇടയ്ക്കാണ്, ബിറ്റ്വീനാണ് വരുന്നത്? 8നും 12നും ബിറ്റ്വീനാണ് 10 വരുന്നത് അല്ലേ? ഇതിൻ്റെ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ് ഏതാണ്? 9, 10, 11 ആണ് അല്ലേ? ഈ 3 നമ്പേഴ്സാണ് ഇതിൻ്റെ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 12ൻ്റെ മുകളിലുള്ളതും 8ന് ശേഷമുള്ളതുമാണ് നമ്മുടെ നമ്പർ വരുവാണെങ്കിൽ നമ്മളെപ്പോഴും ഈ 10ൻ്റെ ചെറുതായ നമ്പർ 8നെയാണ് നമ്മൾ എടുക്കുക. അത് മൈൻഡിൽ ഫീഡ് ചെയ്ത് വയ്ക്കുക. ദാറ്റ് മീൻസ് നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനേക്കാളും, അതായത് 12ൻ്റെ താഴെയും 8ൻ്റെ മുകളിലും വരുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ തന്നിരിക്കുന്ന ഈ 10ൻ്റെ ചെറുത് മാത്രമേ എടുക്കാവൂ, കൂടുതൽ എടുക്കരുത്. 12 എടുക്കാൻ പാടില്ല, 8 ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇടയിൽ വരുന്നത്, അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഈ നമ്പർ നമ്മുടെ എടുക്കുക. ഇനി ഇതിലാണ് നമ്മുടെ പ്രോബ്ലം ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് 4 × 2 ഈസ് ഈക്വൽ ടു 8 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ് ഇതിൽ വരുന്നത്? ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 കിട്ടുന്നത്? 4ൻ്റെ കൂടെ 2 ആണ്. അപ്പോൾ ഈ 2 നമ്മളിവിടെ എടുത്ത് എഴുതുക. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ദെൻ 4 × 2 വി ഗെറ്റ് 8. ഓക്കെ, ദെൻ സബ്ട്രാക്ട് ദീസ് 2 നമ്പേഴ്സ്. ഇനി നമ്മൾ ഓൾറെഡി 2 ഡിജിറ്റ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുക. 0 - 8. ഇപ്പോൾ 0ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ ബോറോ ഫ്രം 10's place. 10's പ്ലേസിൽ നിന്ന് ഡിജിറ്റ് ബോറോ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? ഇവിടെ 10 വരുന്നു, ഇവിടെ 0 കിട്ടുന്നു. അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 8, 2. ആൻസർ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2 and quotient is equal to 2. Okay, understood? Another example, 11 divided by 2 is equal to, here dividend is 11, then divisor is 2. Okay, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? 11ൽ 2 എത്ര ടൈംസ് പോകും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ 2ൻ്റെ ഡിവൈസറിൻ്റെ ടേബിളാണ് നമ്മൾ എപ്പോഴും എടുക്കുക. അപ്പോൾ 2ൻ്റെ ടേബിൾ എടുക്കുമ്പോൾ 2 × 1 ഈസ് ഈക്വൽ ടു 2, 2 × 2 ഈസ് ഈക്വൽ ടു 4, 2 × 3 ഈസ് ഈക്വൽ ടു 6, 2 × 4 ഈസ് ഈക്വൽ ടു 8, 2 × 5 ഈസ് ഈക്വൽ ടു 10, 2 × 6 ഈസ് ഈക്വൽ ടു 12. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിവിഡൻറ്റ് എത്രയാണ്? 11 ആണ്. അപ്പോൾ 11 ഏതിൻ്റെ ബിറ്റ്വീനാണ് വരുന്നത്? 10ൻ്റെയും 12ൻ്റെയും ബിറ്റ്വീനിൽ 11 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് 10നും 12നും ബിറ്റ്വീനാണ് 11 വരുന്നത്. അപ്പോൾ 11 നമ്മൾ എടുക്കുമ്പോൾ 11നേക്കാളും ചെറിയ നമ്പർ, ദാറ്റ് മീൻസ് 10 ആണ് അടുത്ത് വരുന്നത്. ദെൻ ഈ നമ്പറാണ് നമുക്ക് ആവശ്യമുള്ളത്. ദെൻ 2 × 5 ഈസ് ഈക്വൽ ടു 10. ദെൻ 2ന് ഇവിടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്? 5. So we can write here 5 as quotient. Then 5 × 2, 10. Subtracting these two numbers, 1 - 0, 1, 1 - 1, 0. So remainder is equal to 1. But remainder 1, quotient 5. 107 exercise 2.7 ഫസ്റ്റ് 4 questions നിങ്ങൾ 3 questions നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി കാണിക്കുക. ഓക്കെ, താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.